ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും കേട്ടോ ഞാനൊരു വീഡിയോ ആയിട്ട് എത്തണേ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ തന്നെ പോണു കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അതൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യണം കേട്ടോ. പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഒരു മാസത്തോളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പെരുന്നാൾ വ്ളോഗ് തന്നെ. പെരുന്നാൾ വ്ളോഗ് എന്ന് വെച്ചാൽ അത്ര കാര്യമായിട്ട് അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല, എങ്കിലും ഞങ്ങളുടെ അന്നത്തെ ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷത്തിനുള്ള ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പെരുന്നാളൊക്കെ അടിപൊളിയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിപ്പോൾ വൈകി വന്ന ബോധോദയം എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പെരുന്നാൾ കഴിഞ്ഞത് വൈറൽ ഫീവർ അടിച്ച് എല്ലാവരും കിടപ്പായി എന്ന് പറയാം കേട്ടോ. രണ്ടാമത്തെ കാരണം ഈ വൈറൽ ഫീവറിൻ്റെ ഒപ്പം കുറച്ച് മടിയും കൂടെ കൂടി വന്നു. പിന്നെ പറയണമല്ലേ, അപ്പോൾ തലേന്ന് മൈലാഞ്ചി ഇടാനോ കാര്യങ്ങൾക്കൊന്നും പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. കാരണം മക്കളെ ഉറക്കാൻ വേണ്ടി ഇരുന്നിരുന്ന് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാണ് എൻ്റെ മക്കൾ ഉറങ്ങി. അങ്ങനെ മൈലാഞ്ചി ഇടലൊന്നും നടക്കാതെ രാവിലെ തന്നെ കുത്തിപ്പിടിച്ച് വീട്ടിൽ ചെന്നാണ് മൈലാഞ്ചി ഇടലും കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയതേ നേരെ ഇക്കാടെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ രാവിലത്തെ ചായ സ്വന്തം വീട്ടിൽ, ഉച്ചക്കത്തെ ചോറ് നിക്കാടെ വീട്ടിൽ, പിന്നെ വൈകുന്നേരം എൻ്റെ വീട്ടിൽ. അങ്ങനെ പെരുന്നാളിന് മൊത്തത്തിലൊരു ഓട്ടപ്പാച്ചിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ തേക്കാടെ വീട്ടിൽ ചെന്നപ്പോഴത്തേനും നാത്തുമാരും മക്കൾസൊക്കെ ആദ്യമേ ഹാജരായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇച്ചിരി നേരം ചൂട് സഹിക്കാൻ പറ്റാണ്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ അവിടെയായി കുറേ നേരം ഓട്ടം കളി ഒക്കെ. പിന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കൂടെ കൂടിയിട്ട് പുഴയിലോട്ട് പോകാമെന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള ചൂടിനൊരു ചെറിയ ശമനവും പുഴയുടെ അവിടെ നല്ല കാറ്റുണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും പോവുകയാണേ. ഒപ്പം ഒരു ചെറിയ ഫോട്ടോഷൂട്ടും. അങ്ങനെ കാര്യമായിട്ടൊന്നുമല്ല. അപ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒന്ന് രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇച്ചിരി നേരം അവിടെയൊക്കെ ഇരുന്ന് പോരാം. അങ്ങനെ ഞങ്ങൾ പുഴയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായി എന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ നമ്മൾ ആ തിരക്കൊന്നും വകവയ്ക്കാണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇച്ചിരി നേരം പുഴയുടെ അവിടെയൊക്കെ ഒന്ന് നിന്ന് കാലൊക്കെ ഒന്ന് നനച്ചതേ തിരിച്ച് കയറി വീട്ടിലോട്ട് തന്നെ പോരുവാണ് കേട്ടോ. അങ്ങനെ പിണക്കം കൂടി നിന്ന ആളൊക്കെ വാപ്പയുടെ ഒപ്പം ഓടിപ്പടച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വീട്ടിലോട്ട് എത്തി. അവിടെ നിന്ന് തിരിച്ച് ഇനി പോകണേ. അപ്പോൾ എല്ലായിടത്തും കാര്യമായിട്ടുള്ള ഫുഡിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അതൊക്കെ എപ്പോഴും നമ്മൾ എടുക്കണേ അല്ലേ. അങ്ങനെ തിരിച്ച് വന്ന വഴിക്ക് ഞങ്ങൾ പുക പരിശോധനയും കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. എന്താണല്ലേ, ഏതായാലും മൂവാറ്റുപുഴ വന്ന സ്ഥിതിക്ക് നമ്മൾ എല്ലാ രീതിയിലും മുതലാക്കണമല്ലോ. അങ്ങനത്തെ വീട്ടിൽ വന്നപ്പോഴത്തേനും ചായയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ അതിന് മുന്നിലിട്ടിരുന്നു. അല്ലെങ്കിലും പെരുന്നാളായി കഴിഞ്ഞാൽ ഫുള്ള് ഈ ഫുഡിങ് തന്നെയാണ് കേട്ടോ. എല്ലായിടത്തും ചെല്ലുമ്പോൾ ഈ ഫുഡ് കഴിക്കൽ തന്നെ. അപ്പോൾ അധികം ഫുഡ് കഴിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഫുഡ് കഴിക്കുന്ന പാർട്ടുകളൊക്കെ മാക്സിമം അങ്ങോട്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായയോടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അമ്മായിമാരൊക്കെ വന്നു തുടങ്ങി. അതിനിടയ്ക്ക് പിന്നെ ആങ്ങളെ പോയി കുറച്ച് പടക്കവും കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അതൊക്കെ വാങ്ങി വന്നപ്പോഴത്തേനും ആദ്യം ബല്ലയൊക്കെ വന്നു. അതിൻ്റെ പുറകെയാണ് അമ്മായിയൊക്കെ വന്നത്. പിന്നെ പെരുന്നാളായി കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാവരും കൂടെ കൂടുന്നത് ഇതൊരു പതിവാണ്. ഒരു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മുതൽക്കുള്ള ഈ ശീലത്തിന് അൽഹംദുലില്ലാ ഇതുവരെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. എല്ലാ പെരുന്നാളിനും വൈകുന്നേരം അമ്മായിമാർ വന്ന് എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു രാത്രി കുറച്ച് താമസിച്ചിട്ട് അടിക്കൂട്ടോ അവർ പോണത്. കല്യാണം കഴിഞ്ഞ് ഞങ്ങളും അതിൽ കൂടി. അങ്ങനെ ഇതുവരെ മാറ്റങ്ങൾ സംഭവിക്കാതെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ധൈര്യശാലികളൊക്കെ മാറി നിന്ന് ഏറ്റവും ധൈര്യമില്ലാത്ത എൻ്റെ മോനാണ് കേട്ടോ പൂത്തിരിയും കമ്പിത്തിരിയും ഒക്കെ കത്തിക്കുന്നത്. അവനും ആങ്ങളെയും കൂടെ കൂടി അതൊക്കെ ശരിയാക്കി. പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതേ അവർ എല്ലാവരും പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു, ഈ വ്ളോഗ് വൈകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം വൈറൽ ഫീവർ, രണ്ടാമത്തെ കാരണം മടി. വൈറൽ ഫീവർ ഈ തവണ പിടിച്ചിട്ട് എല്ലാവരും കിടപ്പിലായി എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വരും വ്ളോഗുകളിൽ ഷെയർ ചെയ്യാവേ. രണ്ടാമത്തെ കാര്യം മടി. ഈ മടിക്ക് മാറാനായിട്ട് ഏറ്റവും നല്ല മരുന്ന് ഞാനിപ്പോൾ കണ്ടുപിടിച്ചത് ഡീമോട്ടിവേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചുറ്റിനുള്ള കുറച്ച് പേരുണ്ടാവുമല്ലോ നമ്മളിങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ. അങ്ങനെ ഒരു ഡീമോട്ടിവേഷനാണ് എന്നെ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചതെന്ന് പറയാം കേട്ടോ. അതെന്താണെന്നല്ലേ, കുറേ ആൾക്കാരിങ്ങനെ ചോദിക്കുക എന്താ വീഡിയോ ഒന്നും ഇടാത്തേന്ന്. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ കേൾക്കുമ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് ചിലവർ നമ്മളോട് ചോദിക്കും, ഓ ഇതൊക്കെ ഞങ്ങൾ എത്ര കണ്ടതാ, ഇതൊക്കെ ഇത്രേ പോവുള്ളൂ എന്ന് ഞങ്ങൾക്കറിയായിരുന്നു.
ഒരു പരിധി കഴിയുമ്പോൾ ഇതൊക്കെ പൂട്ടിക്കെട്ടി വെക്കാണ്ട് നമ്മളെ കൊണ്ടൊന്നും അത് കഴിയില്ല. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളിലെ ഒരു വാശി ഇങ്ങ് സടകുടഞ്ഞ് എഴുന്നേക്കുമല്ലോ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റതാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടില്ല, വീഡിയോ നല്ലതായാലും ചീത്തയായാലും ചെറുതായാലും വലുതായാലും അതങ്ങ് അപ്ലോഡ് ചെയ്തിട്ട് തന്നെ കാര്യം. അങ്ങനെ നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് പുച്ഛിക്കണവരുടെ മുന്നിൽ നമുക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറും ആദ്യത്തെ ചീത്ത ഉമ്മാടയുന്നതായിരിക്കും കേട്ടോ. അതെന്താണെന്നല്ലേ, ഞങ്ങളൊക്കെ മര്യാദയ്ക്ക് പറഞ്ഞപ്പോൾ നിനക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആരോ ഒരാൾ കളിയാക്കി ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തേ. ഉമ്മമാരെപ്പോഴും അങ്ങനെയല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.